കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ ദൈവവചനത്തിന് മുൻപാകെ തുടരാമല്ലോ. റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. റോമൻസ് ചാപ്റ്റർ 9-13. ദൈവവചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലിയർ എന്നും അബ്രഹാമിൻ്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേയുള്ളൂ. അതിൻ്റെ അർത്ഥമോ, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളെയത്രേ സന്തതി എന്നെണ്ണുന്നു. ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായിക്കൊരു മകനുണ്ടാകും എന്നല്ലോ വാഗ്ദത്ത വചനം. അത്രയുമല്ല, റെബേക്കായും നമ്മുടെ പിതാവായ ഇസഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ച് കുട്ടികൾ ജനിക്കുകയെ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുൻപേ തിരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവനിർണയം പ്രവൃത്തികൾ നിമിത്തമല്ല, വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവളോട് അരുളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നാം എന്തു പറയേണ്ടു? മതിയാവും. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ അല്പമായി ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചു. നിശ്ചയമായിട്ടും റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളോട് ബന്ധപ്പെടുത്തി തന്നെയാണ് തുടർന്നുള്ള കാര്യങ്ങൾ പൗലോസ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞു. റോമാലേഖനം 8-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ ദൈവമക്കളുമായിട്ട്, അല്ലെങ്കിൽ കർത്താവ് അവിടുത്തെ കൃപയാൽ രക്ഷിച്ച ദൈവമക്കളെ യാതൊന്നിനും തന്നെ ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും വേർതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് പോൾ പറയുകയുണ്ടായി. ആ വേദഭാഗത്തിൻ്റെ തുടർച്ചയാണ് 9, 10, 11 അധ്യായങ്ങൾ. ചില വേദപഠിതാക്കൾ, some students of the Bible think it is a bracket or it is a parenthesis. Paul is exclusively speaking about the Jewish nation. Of course, it is about the Jewish nation, no doubt about it. 9, 10, 11 അധ്യായങ്ങളിൽ ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ അത് പറയുന്നതിൻ്റെ കാരണമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പറയാനുള്ള കാരണം, ദ റീസൺ വൈ പോൾ സ്റ്റേറ്റ്സ് ദിസ്, അത് 8-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളാണ്. അവിടെ നമ്മൾ കണ്ടു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് when God saved somebody, ആ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ ഉയരത്തിനോ ആഴത്തിനോ അല്ലെങ്കിൽ യാതൊന്നിനും തന്നെ വേർപിടിക്കാൻ, അതിൽ നിന്ന് വേർതിരിപ്പാനായിട്ട് കഴിയുന്നതല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ന്യായമാകുന്ന ഒരു ചോദ്യം, വാട്ട് അബൌട്ട് ദ ജൂയിഷ് പീപ്പിൾ? ബിക്കോസ് God chose them. God chose them. God loved them. God chose them from among many nations. അതാണ് നമ്മൾ വായിക്കുന്നത്. ഡ്യൂട്രോണമി ചാപ്റ്റർ 7 അതിൽ നമ്മൾ വായിക്കുന്നത്, നിങ്ങളെ മാത്രം ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. 14-ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അത് വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, ആവർത്തന പുസ്തകം. നിങ്ങളെ മാത്രം എൻ്റെ സ്പെഷ്യൽ പൊസഷനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ പോൾ ഇത് എഴുതുമ്പോൾ സാധാരണമായിട്ട്, അല്ലെങ്കിൽ ഈ ഒരു കാര്യം പൗലോസ് പറയുമ്പോൾ ന്യായമായിട്ട് ഇത് കേൾക്കുന്നവർക്കുണ്ടാകുന്ന ഒരു സംശയമാണിത്. നേരത്തെ ദൈവം
ഇസ്രായേലിനോട് ഒരു കവനന്റ് റിലേഷൻഷിപ്പിലേക്ക് വന്നല്ലോ. ദൈവം അവരെ തിരഞ്ഞെടുത്തല്ലോ, ദൈവം അവരെ സ്നേഹിച്ചല്ലോ. അതുപോലെ തന്നെ ന്യൂ കവനൻറ്റിൽ ദൈവം നമ്മളെയും സ്നേഹിച്ചു, നമ്മളെ തിരഞ്ഞെടുത്തു, നമ്മളെ ദൈവമക്കളാക്കി. God chose us, God made us His children, and He predestined us to be conformed to the image of His Son. All these things are written about us also. So what is the guarantee? If God's word has failed in the case of Israel, that is in inverted commas, അതായത് ദൈവത്തിൻ്റെ ആ ഉടമ്പടി ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ വൃഥാവായി പോയോ? കാരണം ഇസ്രയേല്യരിൽ ഒരുപാട് പേര് അവർ ദൈവമക്കളല്ല. അതാ പ്രശ്നം. അപ്പോൾ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് പൗലോസ് 9, 10, 11 അധ്യായങ്ങൾ എഴുതുന്നത്. ഓക്കെ, അത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുക. അതായത് പഴയ ഉടമ്പടി പ്രകാരം ദൈവം തെരഞ്ഞെടുത്ത ആ ജനം ഇപ്പോൾ അവരെല്ലാവരും വിശ്വാസികളല്ല. ദൈവം അവരോട് പറഞ്ഞ ആ ഉടമ്പടി അനുസരിച്ച് ഉള്ള മെസ്സിഹായിൽ, മെസ്സിഹ യേശുവാണെന്ന് പൗലോസ് പറയുന്നു, അപ്പോസ്തലന്മാർ പറയുന്നു. അങ്ങനെയെങ്കിൽ ആ മെസ്സിഹായിലേക്ക്, ആ മെസ്സിഹ, ആ കർത്താവ് നൽകുന്ന രക്ഷയിലേക്ക് എന്തുകൊണ്ട് ഇസ്രായേല്യർ വരുന്നില്ല? അപ്പം അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറഞ്ഞതും വൃഥാവായി പോകാനുള്ള സാധ്യതയില്ലേ? ഇതാണ് റീസണിങ്. ഐ തിങ്ക് യു ഗോട്ട് ദ പോയിന്റ് അല്ലേ? അതായത് ഈ ഒരു അസംഷനാണ് this is the, or not the assumption, maybe this is a very pertinent question many of the contemporaries of Paul had. പൗലോസിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അനേകർക്കുള്ള ഒരു ന്യായമായ സംശയമാണിത്. എന്തുകൊണ്ട്? why the Jewish people, they are not, all of them are not believers, all of them do not appropriate the salvation provided by the long awaited Messiah who had come and who was crucified and who was buried and rose again. They didn't appropriate that promised salvation, and all of them are not believers. How can you make what can we make out of it? ഈ ഒരു പ്രശ്നത്തിൽ ഇതിനെ എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അങ്ങനെയെങ്കിൽ it follows that if God could not keep His promise to the old covenant people, so to speak, what about us? What about the new covenant people? Can God's word fail? ഇതാ ചോദ്യം. അപ്പോൾ ആ ഒരു ചോദ്യത്തിനാണ് പോള് മറുപടി നൽകുന്നത്. ആൻഡ് പോൾ ഗിവ്സ് റീസൺസ് വൈ ഗോഡ്സ് പ്രോമിസസ് ഹാഡ് നോട്ട് failed in spite of many of the Jewish people are unbelievers. യഹൂദ പാരമ്പര്യത്തിലുള്ള, അല്ലെങ്കിൽ യഹൂദ ജാതിയിൽപ്പെട്ട ഒരുപാട് പേര് അവിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ ദൈവവചനം എന്തുകൊണ്ട് വൃഥാവായില്ല? ഇതാണ് പൗലോസ്
9-ാം അധ്യായത്തിൽ പറയുന്നത്. പലപ്പോഴും ആ 9-ാം അധ്യായം മെനി എ ടൈംസ് അത് നമുക്ക് അറ്റ് ടൈംസ് വി മേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. And sometimes, even if we understand it, it is very difficult for us to accept it. ഈ വേദഭാഗത്തിൻ്റെ നമ്മെ സംബന്ധിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഞാൻ പറയുക. ഒന്ന്, ഇത് മനസ്സിലാക്കാൻ വെറുതെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ട് ചിലപ്പോൾ ഉണ്ടാകും. ഇനിയും അത് നമ്മൾ മനസ്സിരുത്തി വായിച്ചു, അത് മനസ്സിലായെന്നിരിക്കട്ടെ, മനസ്സിലായാൽ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ പറഞ്ഞേക്കുന്ന കാര്യം നമ്മൾ താഴോട്ട് വായിച്ചാൽ ഏശാവിനെ ഞാൻ എന്ത് ചെയ്തു? ദ്വേഷിച്ചു, അയ്യോ, ഇതെന്തൊരു അൺഫെയർ ഡീലിംഗ് അല്ലേ? വളരെ അൺഫെയറാണ്. അതുകൊണ്ടാണ് പോൾ അടുത്ത ചോദ്യം ചോദിക്കുന്നത്. ആകയാൽ നാം എന്തു പറയേണ്ടു? ദൈവത്തിന്റെ പക്കൽ അനീതി ഉണ്ടോ? സി, ആ ഒറ്റ അത്രയും പറഞ്ഞു വന്നത് അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സിലായപ്പോലും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പോൾ അടുത്ത ചോദ്യം, ആകയാൽ നാം എന്തു പറയേണ്ടു? വേഴ്സ് 14 നമ്മൾ ശ്രദ്ധിച്ച, വാട്ട് ഷാൽ വി സേ ദെൻ? ഈസ് ദർ ഇൻജസ്റ്റിസ്? ബിക്കോസ് it seems God being unjust. Why? Because right there in the womb, God chooses one person and rejects the other person. So it is very unfair. It seems to be a big injustice on the part of God. So Paul goes on to explain, no, that is not the case. Okay, then he explains that. Then we have the next problem. What is that? Verse 19. ആകയാൽ അവൻ പിന്നെ കുറ്റം അവിടെ പോൾ പറയുന്ന ഒരു കാര്യം, ദൈവം സോവറിനാ, ഗോഡ് ഈസ് സോവറിൻ. ആ സോവറിനായിട്ടുള്ള ദൈവത്തിന് ഒന്ന് തിരഞ്ഞെടുക്കാനും ഒന്ന് റിജക്റ്റ് ചെയ്യാനും അധികാരമില്ലേ? കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുന്നു, കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. എന്നിട്ട് തനിക്ക് മനസ്സുള്ളവനെ അവൻ വേഴ്സ് 18, അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു, തനിക്ക് മനസ്സുള്ളവരെ അവൻ കഠിനനാക്കുന്നു. അയ്യോ, he hardens even. അപ്പോൾ അങ്ങനെയാണെങ്കിൽ if we are just robots, in other words, it is only fate as Hinduism teaches. If that is the case, then verse 19, ആകയാൽ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? അങ്ങനാന്നെ പിന്നെ എങ്ങനെ കുറ്റം പറയാൻ പറ്റുന്നേ? How can God punish me? If that is the case, നോക്കണേ, നിങ്ങൾ ആ റീസണിങ് ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ അവൻ്റെ അവൻ പിന്നെ കുറ്റം പറയുന്നത് എന്ത്? അവൻ്റെ ഇഷ്ടത്തോട് എതിർത്ത് നിൽക്കുക. ആർക്കും എതിർത്ത് നിൽക്കാൻ പറ്റുകയില്ല. അപ്പോൾ അൾട്ടിമേറ്റ്ലി നോക്കുക. അപ്പം ഈ ഒരു കാര്യമാണ് പൗലോസ് 9-ാമത്തെ അധ്യായത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, നൗ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ അതിൻ്റെ പ്രാരംഭവാക്യങ്ങളിലാണ് ചില കാര്യങ്ങൾ പഠിക്കാനായിട്ട് ഇടയായി തീർന്നത്. അതിൻ്റെ 1 മുതൽ
5 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒന്ന്, അതൊരു എന്താ പറയുന്നത്, കൂടുതൽ ഡീപ്പായിട്ട് ആ കാര്യങ്ങളിൽ നമ്മൾ പോയില്ലെങ്കിലും പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ കണ്ടു. ഒന്ന്, അപ്പോസ്തലനാകുന്ന പൗലോസ് ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും ദൈവത്തിൻ്റെ മുൻ നിർണയത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ തന്നെ പോൾ ദി അപ്പോസ്തലനാകുന്ന പൗലോസിൻ്റെ ആ ബർഡൻ ഫോർ ദ ലോസ്റ്റ് സോൾസ് ഓഫ് ഹിസ് ഓൺ കിൻസ്മെൻ, തൻ്റെ സ്വജാതിക്കാരുടെ അവർ നഷ്ടപ്പെട്ടു പോകുന്നല്ലോ എന്നുള്ള പോളിൻ്റെ വേദന നമ്മളവിടെ കാണുന്നു. അതിനെക്കുറിച്ച് നമ്മൾ അല്പം ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി. രണ്ടാമത്തെ വിഷയം, യു ക്യാൻ ഹാവ് ഓൾ ദ പ്രിവിലേജസ് ഓഫ് സ്പിരിച്വൽ, ആ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളുടെ എല്ലാ പ്രിവിലേജസും നമുക്ക് കിട്ടാം. ആൻഡ് സ്റ്റിൽ യു ക്യാൻ ഗോ ടു ഹെൽ. ദാറ്റ് ഈസ് അനദർ വാർണിംഗ് ദാറ്റ് വി ഹാവ് ലേൺഡ് ലാസ്റ്റ് വീക്ക്. അതാണ് യഹൂദന്മാരെക്കുറിച്ച് പൗലോസ് പറയുന്നത്. അവരുടെ ആ വലിയ പ്രിവിലേജസിനെ കുറിച്ച് പോൾ പറയുക. എന്തെല്ലാം പ്രിവിലേജസ്! ഈ പ്രിവിലേജസ് എല്ലാം ഉണ്ടായിട്ടും അവരിൽ വളരെ ചുരുക്കം പേരേ ഉള്ളൂ രക്ഷപ്പെടുന്നത്. അത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതൊരു സോളം ട്രൂത്താ. ദിസ് ഈസ് എ സോളം ട്രൂത്ത്. ഗൗരവമുള്ള സത്യമാണ്. നമ്മളതിനെ ഗൗരവത്തോടെ കാണണം. വിത്ത് ഓൾ ദ പ്രിവിലേജസ് യു ക്യാൻ ഗോ ടു ഹെൽ. അതൊരു വലിയ ഗൗരവമുള്ള സത്യമാണ്. അതിനെക്കുറിച്ച് അല്പം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് നമ്മൾ തുടർന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത് നമ്മൾ വായിച്ച ഈ വേദഭാഗങ്ങളാണ്. നമ്മൾ കണ്ടു, ഞാൻ അല്പം ചില കാര്യങ്ങൾ ഇൻട്രൊഡക്ഷനായിട്ട് പറയുകയുണ്ടായല്ലോ. ഇവിടെ പൗലോസ് പറഞ്ഞു വരുന്ന ഒരു കാര്യം, അതിൻ്റെ റീസണിങ് നമ്മളതിൻ്റെ ആ വേഴ്സസിലേക്ക് പോകുന്നതിന് മുൻപേ ഒരു കാര്യം വളരെ പ്രാധാന്യത്തോടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അത് മറ്റൊന്നുമല്ല, വേദപുസ്തകം പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഗോഡ് ഈസ് സോവറിൻ ഓവർ സാൽവേഷൻ. രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവം സർവാധികാരിയാണ്. സോ when you think about that, ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സത്യത്തിൽ ഇത് നമ്മൾ സന്തോഷിക്കുവാനുള്ള ഒരു ഉപദേശമായിട്ടാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. When we think of the sovereignty of God saving a sinner, it is a doctrine that really gives us joy. Why? എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം ഒരു വേദഭാഗത്ത് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിപ്പാനായിട്ട് ആഗ്രഹിക്കുക. The reason is, we should rejoice in these truths about God being all powerful and sovereign over my salvation should give us joy. Why? Because Jesus himself rejoiced over this very truth. യേശു കർത്താവ് ഞാൻ ഇന്ന് പറയുന്നത് വളരെ ദുർഗ്രഹമായ സത്യങ്ങളാണെന്ന് എനിക്കറിയാം.
പക്ഷേ അത് മനസ്സിലാകാൻ നമ്മൾ ആ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഞാൻ ആ ഭാഗത്തേക്ക് വരികയാണ്. എന്നാൽ ഇൻട്രൊഡക്ഷനായിട്ട് ചില കാര്യങ്ങൾ അതിനുള്ള ബന്ധത്തിൽ പറയുക. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ 10-ാമത്തെ അധ്യായം, ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 10 ആൻഡ് വേഴ്സ് 21, അതിൻ്റെ 21-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിക്കണം. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളോവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. എന്റെ പിതാവ് സകലവും എങ്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ഇന്നവനെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. പിതാവ് ഇന്നവനെന്ന് പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും അറിയുന്നതുമില്ല. എൻ്റെ പിതാവ്, all things have been handed over to me by my Father, and no one knows who the Son is except the Father, or who the Father is except the Son, and anyone to whom the Son chooses to reveal him. So it is very clear, പുത്രൻ അത് വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനുമല്ലാതെ ആരും അറിയുന്നതില്ല. പക്ഷെങ്കിൽ ഈ ഒരു സത്യം യേശു കർത്താവ് പറയുമ്പോൾ നമ്മളിപ്പോൾ വായിച്ചത് എന്നറിയാമോ? യേശു കർത്താവ് ഹി റിജോയ്സ്ഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്. നമുക്കറിയാം, ഇതേ കാര്യം തന്നെയല്ലേ അപ്പോസ്തലനാകുന്ന പൗലോസും പറയുന്നത്. കൊരിന്ത്യ ലേഖനത്തിൽ ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല. അപ്പോൾ ദൈവം നമ്മെ രക്ഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കാൻ ദൈവത്തിന് നമ്മളോട് തോന്നിയ പ്രീതി, ദൈവത്തിന് നമ്മളോട് തോന്നിയ കരുണ, ഇറ്റ് ഈസ് എ കോസ് ഫോർ അസ് ടു റിജോയ്സ് ഇൻ ഗോഡ് ഈവൻ വെൻ യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എവ്രിതിങ്. അതായത് ദൈവം എന്നെ എന്തുകൊണ്ട് സ്നേഹിച്ചു, എന്നോട് എന്തുകൊണ്ട് കരുണ ചെയ്തു, അത് എനിക്ക് മനസ്സിലാകാതിരിക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഇറ്റ് ഈസ് എ ഡോക്ട്രിൻ ഓഫ് ജോയ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. ഇത് നിശ്ചയമായിട്ടും ഈ ഒരു കാര്യം ദൈവം നമ്മുടെ രക്ഷയുടെ മീതെ അല്ലെങ്കിൽ രക്ഷയോടുള്ള ബന്ധത്തിൽ സോവറിനാണ്, പരമാധികാരിയാണ്. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിന് നമ്മളോട് കരുണ തോന്നുവാനുള്ള ആ ദൈവത്തിൻ്റെ ചോയ്സ്, ഇത് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു ഉപദേശമാണ്, യാതൊരു സംശയമില്ല. എന്നാൽ ഞാനൊരു ചെറിയ ഇല്ലസ്ട്രേഷൻ അതിനു വേണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ഒരു ചെറിയ ഇല്ലസ്ട്രേഷൻ. ഒരു വലിയ ഒഴുക്കിൽപ്പെട്ട് ഒരുപാട് പേര് പോകുകയാണ്. വലിയ ഒഴുക്കാണ്. ആ ഒഴുക്ക് ചെന്ന് there is a big current in a big river, and there are many people, and they are going to their sure death. അവരൊഴുകിപ്പോകുകയാണ്. നിശ്ചയമായിട്ടും മരണത്തിലേക്ക് അവർ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ആരോഗ്യമുള്ള, ബലമുള്ള ഒരു മനുഷ്യൻ ആ നദിയിലേക്ക് എടുത്ത് ചാടിയിട്ട്
കുറച്ചു പേരെ വലിച്ചു കരയ്ക്ക് കയറ്റുന്നു. കുറച്ചു പേരെ വലിച്ചു കരയ്ക്ക് കയറ്റുന്നു. കുറേ പേരങ്ങ് ഒഴുകിപ്പോകുന്നു. ആ ഒരു പിക്ചർ നമ്മൾ മനസ്സിലോട്ടൊന്ന് വരണം. എന്നാൽ ആ രക്ഷിച്ച മനുഷ്യനോട് ആർക്കും പറയാൻ പറ്റുകയില്ല നിങ്ങൾ ചെയ്തത് അനീതിയാണെന്ന്. അനീതിയാണെന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല. രക്ഷപ്പെട്ടവർ പറയും ആ മനുഷ്യൻ എന്നോട് കരുണ ചെയ്തു, അത്രേ പറയാൻ പറ്റുള്ളൂ. മറ്റുള്ളവരോട് അനീതി ചെയ്തെന്ന് രക്ഷപ്പെട്ട ഒരുത്തിന് പറയാൻ പറ്റുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? ഉദാഹരണങ്ങൾക്കെല്ലാം അതിൻ്റെ പരിമിതികളുണ്ട്. എങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കണം. ഉദാഹരണങ്ങൾക്ക് പരിമിതിയുള്ളപ്പോഴും that man is not being unfair to others while being kind and merciful to some. ഇതൊരു വളരെ പരിമിതമാകുന്ന ഇല്ലസ്ട്രേഷനാണ്. അല്പം മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ഇത് കാണേണ്ടത്. God being merciful to me. അങ്ങനെ മേഴ്സിഫുൾ ആകാൻ നമുക്ക് എന്തേലും യോഗ്യത വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. പിന്നെന്താ? ദൈവത്തിൻ്റെ കരുണ മാത്രം. അപ്പം ദൈവത്തിൻ്റെ രക്ഷയെക്കുറിച്ച് ദൈവമക്കൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമ്മൾ ചിന്തിക്കണം. ഇനിയും ഇവിടെ നമ്മൾ ആ 6-ാമത്തെ വാക്യം മുതൽ ചിന്തിക്കുന്നതിന് മുൻപ് 1-2 കാര്യങ്ങൾ ദൈവത്തിൻ്റെ സോവറൻറ്റിയോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുക. അത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ സോവറൻറ്റി നമ്മുടെ രക്ഷയോടുള്ളതാകുന്ന ബന്ധത്തിൽ ഈ 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, ദൈവത്തിൻ്റെ വചനം വൃഥാവായി പോയി എന്നല്ല. ഇറ്റ് ഈസ് നോട്ട് ആസ് ദോ ദ വേർഡ് ഓഫ് ഗോഡ് ഹാസ് ഫെയിൽഡ്. വൈ ഗോഡ്സ് വേർഡ് cannot fail? Because He is the only sovereign of the universe who always accomplishes His purpose. Why God's word is not failed? The reason, our God is the only sovereign in the universe who always accomplishes His purpose. For God to be able always to keep His promises, He must be absolutely sovereign. ദൈവം തൻ്റെ വാഗ്ദാനങ്ങളെ അത് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് നിശ്ചയമായിട്ടും അവിടുന്ന് പരമാധികാരിയാണ്. ദൈവത്തിൻ്റെ പർപ്പസിനെ, ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ അതിനെ മാറ്റുവാൻ ആർക്കും കഴിയുന്നതല്ല. പിശാചിനോ ഉയരത്തിനോ ആഴത്തിനോ ഒന്നും കഴിയുന്നതല്ല. ഓക്കെ, ചില വേദഭാഗങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും ഇത് പറഞ്ഞിട്ട് നമ്മൾ ആ വാക്യഭാഗത്തേക്ക് വരും. യോബിൻ്റെ പുസ്തകം 23:13, ജോബ്സ് ബുക്ക് ഓഫ് ജോബ് ചാപ്റ്റർ 23 and verse 13. അവനോ അനന്യൻ, അവനെ തടുക്കുന്നത് ആർ? തിരുവുള്ളത്തിന്റെ താല്പര്യം അവൻ അനുഷ്ഠിക്കും. നോക്കുക, അവൻ അനന്യനാണ്, അവനെ തടുക്കുന്നത് ആർ? തിരുവുള്ളത്തിൻ്റെ താല്പര്യം അവൻ അനുഷ്ഠിക്കും.
Job 42 and verse 2. നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം ഒന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. നോക്കുക, ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളൊന്നും, ദൈവം ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ആ ഉദ്ദേശങ്ങൾ ആർക്കും അസാധ്യമാക്കാൻ കഴിയുന്നതല്ല. വാക്യങ്ങൾ മാത്രം വായിച്ച് ഞാനങ്ങ് പോകുകയാണ്. 22-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 28-ാം വാക്യം. Psalm 22 verse 28. രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ, അവൻ ജാതികളെ ഭരിക്കുന്നു. Okay. Psalm 33 10 and 11. യഹോവ ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്നു, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കുന്നു. യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നു. 103-ാം സങ്കീർത്തനം 19-ാം വാക്യം. Psalm number 103 verse 19. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗ്ഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. ഓക്കെ. 115-ന്റെ 3. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. നോക്കുക, തനിക്കിഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. അനേക വാക്യങ്ങളുണ്ട്. ഇനി ഒരു വേദഭാഗം കൂടെ വായിച്ചിട്ട് നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. യെശയ്യാവ് 46-ന്റെ 9-ഉം 10-ഉം. ഐസയ 46 9 and 10. പണ്ടുള്ള പൂർവ്വകാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ ഒരുത്തനുമില്ല. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാക്കും, ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും. എന്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും. ഇനി നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 10-11 വാക്യം കൂടെ വായിച്ചിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് ഈ വേദഭാഗത്തേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർന്ന് ഇന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി കൊണ്ട് തന്നെ അവനിൽ നാം അവകാശവും പ്രാപിച്ചു, തന്റെ ഹിതത്തിന്റെ ആലോചന പ്രകാരം സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത്. മതി. അപ്പൊ തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും നിവർത്തിക്കുന്നവന്റെ നിർണയം. God is absolutely sovereign and powerful, just, holy and righteous. ഇത്രയും കാര്യം ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ ഇനിയും ഈ വേദഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് ഇവിടെ ഉന്നയിക്കുന്നതാകുന്ന ഒരു ചോദ്യം ദൈവവചനം വൃഥാവായി പോയി എന്നല്ല. എന്തുകൊണ്ടാണ് പൗലോസ് അവിടെ പറയുന്നത്? കാരണം മുകളിൽ താൻ പറഞ്ഞു, ഒരു ഗ്രൂപ്പിനെ തെരഞ്ഞെടുത്തു, അവർക്ക് വേണ്ടതെല്ലാം കൊടുത്തു, അവരുമായിട്ടൊരു കവനൻ്റ് റിലേഷൻഷിപ്പിലേക്ക് വന്നു. പക്ഷെങ്കിൽ അവരിൽ പലരും, കൂടുതൽ പേരും അവിശ്വാസികളാണ്. അങ്ങനെയെങ്കിൽ വാട്ട് അബൌട്ട് ഗോഡ്സ് പ്രോമിസസ്? അതിൻ്റെ ഉത്തരമാണ് പൗലോസ് ഇവിടെ നൽകുന്നത്. But it is not as though the word of God has failed. Then he explains this by a principle. എന്തുകൊണ്ട് ദൈവവചനം വൃഥാവായി പോയില്ല എന്നത് പൗലോസ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക. അതെന്താണ്? For they are not all Israel who are descended from Israel. അപ്പോൾ ഇസ്രയേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാവരും ഇസ്രയേല്യർ അല്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ യഹൂദന്മാർ ചിന്തിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. യഹൂദന്മാരുടെ ഒരു വലിയ ഉറപ്പുണ്ട്. എന്താണെന്നറിയാമോ? ആ ഉറപ്പ് യഹൂദ സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചവൻ
by virtue of being a physical descendant of Jacob, Israel, he will inherit the kingdom of heaven. യഹൂദനായിരുന്നാൽ അവൻ ദൈവരാജ്യം അല്ലെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാണ് എന്ന ചിന്ത അവനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ ചാപ്റ്റർ 3 അവിടെ നമ്മൾ നിക്കോദിമോസ് എന്ന് പറയുന്ന ആ മനുഷ്യനുമായിട്ട് കർത്താവിൻ്റെ ഒരു ഡയലോഗ് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ യേശു കർത്താവിൻ്റെ അടുക്കൽ വന്ന് യേശുവിനോട് പറയുക, നീ അവിടുന്ന്, അതായത് നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്നുള്ളത് ഇപ്പം ഞങ്ങൾക്കറിയാം. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുന്നതല്ല. ഉടനെ കർത്താവ് പറയുന്ന മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചേ. യേശു അവനോട്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ. അപ്പോൾ അവരുടെ കോൺവെർസേഷൻ എന്തായിരുന്നു? ദൈവരാജ്യത്തെക്കുറിച്ചുള്ളതായിരുന്നു അവരുടെ കോൺവെർസേഷൻ. ഓക്കെ, അപ്പോൾ അവരുടെ ചിന്തയിൽ നിക്കോദിമോസിനെ പോലെ ഒരു ഉപദേഷ്ടാവിൻ്റെ ചിന്തയിൽ, അല്ലെങ്കിൽ യഹൂദന്മാരുടെ പൊതുവേ ഉള്ള ചിന്തയിൽ, യഹൂദ സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചാൽ അവന് സ്വർഗരാജ്യം കിട്ടുമെന്നായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത്. യേശു പറയുക, ഉയരത്തിലുള്ള അല്ലെ സ്വർഗത്തിൽ അംഗമാകണമെങ്കിൽ ഉയരത്തിൽ നിന്ന് ജനിക്കണം, ബോൺ ഫ്രം എബവ്. യഹൂദ സ്ത്രീയുടെ മകനായിട്ട് ജനിച്ചാൽ നീ യഹൂദനാകുമെന്നുള്ളത് ശരിയാ, പക്ഷെങ്കിൽ നീ ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ ദൈവരാജ്യത്തിൽ ജനിക്കണം. അപ്പോൾ ഈ ഒരു ധാരണ യഹൂദന്മാർക്കുണ്ടായിരുന്നു. അതായത് every Jew would go to heaven by virtue of their physical birth as Jews. അതായിരുന്നു അവരുടെ. But Paul proves what he proposed in verse 6. He proves it by 2 illustrations. ഓക്കെ, മുകളിൽ താൻ പറഞ്ഞു, ഇസ്രയേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാവരും ഇസ്രയേല്യർ അല്ല. എന്നിട്ട് അങ്ങനെ അല്ല എന്ന് പറയുവാൻ 2 ഇല്ലസ്ട്രേഷൻസ് പോള് ഉപയോഗിക്കുകയാണ്. 7 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളവിടെ വായിക്കുന്ന ആദ്യത്തെ ഇല്ലസ്ട്രേഷൻ, in verses 7 to 9, Paul shows that not all of Abraham's descendants were his true children, but only those who were children of the promise through Isaac. അപ്പോൾ ആദ്യം അബ്രഹാമിൻ്റെ 2 സന്തതികളെ കുറിച്ച് പറയുക. അബ്രഹാമിൽ നിന്ന് ജനിച്ച 2 സന്തതികൾ, ഒന്ന് ഇസഹാക്ക്, മറ്റൊന്ന് ഇഷ്മയേൽ. എന്നിട്ട് 8-ാമത്തെ വാക്യത്തിൽ താൻ പറയുക, അതിൻ്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിൻ്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്ന് എണ്ണുന്നത്. നോക്കുക, അപ്പോൾ ഈ ഒരു കാര്യം പോൾ പറഞ്ഞു കഴിയുമ്പോൾ ഒരു ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവന് പെട്ടെന്ന് മനസ്സിലാകും പോൾ എന്നാ പറയുന്നതെന്ന്. ഓക്കെ, ഇസ്രയേലിൽ നിന്ന് വന്നവനല്ല, അല്ലെ അബ്രഹാമിൻ്റെ ഫിസിക്കൽ ഡിസെൻഡൻ്റ് ആയാൽ
നീ ദൈവപൈതലൊന്നും ആകുകയില്ല കുഞ്ഞെ എന്ന് പറയുമ്പോൾ അത് ഉദാഹരിപ്പാനായിട്ട് യഹൂദ തിരുവഴുത്തിൽ നിന്ന് അബ്രഹാമിൻ്റെ 2 സന്തതികളെക്കുറിച്ച് പറയുക. ഒന്ന് ജഡപ്രകാരം ജനിച്ച സന്തതി, മറ്റൊന്ന് വാഗ്ദത്തപ്രകാരം. ചിൽഡ്രൻ അക്കോർഡിംഗ് ടു ദ പ്രോമിസ്, ചിൽഡ്രൻ ഓഫ് ദ പ്രോമിസ് ആൻഡ് ചിൽഡ്രൻ ഓഫ് ദ ഫ്ലഷ്. ഓക്കെ, ഇത് പറഞ്ഞു കഴിയുമ്പോൾ ബീയിങ് എ Jew himself, Paul understands there will come another question. ഓക്കെ, ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവന് പെട്ടെന്ന് ഒരു ചോദ്യം വരും. ശരിയാ പോൾ, നീ പറഞ്ഞത് ശരിയാ. അതായത് അബ്രഹാമിൻ്റെ സന്തതി ആയതുകൊണ്ട് അവൻ സാക്ഷാൽ യഹൂദനാകുകയില്ല. നീ പറഞ്ഞത് ശരിയാ. ഇസഹാക്കാണ് സന്തതി, ശരിയാണ്. പക്ഷേ പൗലോസേ, അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്താ പ്രശ്നം? നീ പറഞ്ഞത് ശരിയായിരിക്കുമ്പോൾ തന്നെ ഇസഹാക്കെന്ന് പറയുന്നയാൾ ഒരു ജാതീയ വനിതയുടെ സന്തതിയാണ്. അബ്രഹാമിൻ്റെ സന്തതിയാണെങ്കിൽ പോലും ഹാഗാറിൽ കൂടെ ലഭിച്ച സന്തതിയാണ് ആര്? ഇഷ്മയേൽ. അങ്ങനെ വരുമ്പോൾ ഇഷ്മയേൽ അല്ല, ഇസഹാക്കാണ് വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാം. അത് നീ പറയുന്നത് ശരിയാ. ഉടനെ പോൾ അവരുടെ ഒബ്ജക്ഷനെ മുന്നിൽ കണ്ടിട്ട് അടുത്ത ഉദാഹരണം എടുക്കുക. അടുത്ത ഉദാഹരണം എന്താ? ഒന്ന് വായിച്ചോളൂ. ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായിക്ക് ഒരു മകൻ ഉണ്ടാകും. അവിടെ ഒരു കാര്യം പിന്നീട് എനിക്ക് പറയാൻ സമയം ഒരു പക്ഷേ കിട്ടിയില്ലെങ്കിൽ എന്നോർത്തിട്ട് ഞാൻ പെട്ടെന്ന് പറയട്ടെ. അവിടെ 2 നിലകളിലുള്ള സന്തതി ജനിച്ചതായിട്ട് പോൾ പറയുന്നു. കാരണം യഹൂദനോട് പറയുമ്പം അവന് പെട്ടെന്ന് അത് മനസ്സിലാകും. ഇഷ്മയേൽ എന്നുള്ളത്, when Ishmael was born, Abraham was still capable of begetting a child. ഓക്കെ, അതായത് ഇഷ്മയേൽ ജനിച്ച സന്ദർഭത്തിൽ അബ്രഹാമിന് ഒരു സന്തതി ജനിക്കുവാൻ തക്കവണ്ണമുള്ള ആ ഫിസിക്കൽ അനുകൂലമാകുന്ന ഘടകങ്ങളെല്ലാം അവനുണ്ടായിരുന്നു. എന്നാൽ ഇസഹാക്ക് ജനിച്ചപ്പോഴോ? ഇസഹാക്ക് ജനിച്ചപ്പം ഇതൊന്നുമില്ല. റോമാലേഖനം 4-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ഇസഹാക്കിൻ്റെ ജനനത്തിൻ്റെ സമയത്ത് നോക്കിയേ, ഇറ്റ് ഈസ് അബ്സല്യൂട്ട്ലി ഗോഡ്സ് വർക്ക്. നിങ്ങൾ ആ 9-ാം വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വാക്യമാണ്. വായിച്ചു. ഈ സമയത്തേക്ക് ഞാൻ വരും, ഈ സമയത്തേക്ക് ഞാൻ വരും. ഐ വിൽ കം. മീനിങ് the son of promise is absolutely by divine intervention, not human achievement. ആ ഒരു ആശയം അവിടെ കിട്ടുന്നത് കേട്ടോ. അതായത് വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടുണ്ടായതല്ല, ദൈവത്തിൻ്റെ ഡിവൈൻ ഇൻ്റർവെൻഷനിലുണ്ടായതാണ് വാഗ്ദത്ത സന്തതി. എന്നിട്ട് വായിച്ചോളൂ. ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായിക്ക് ഒരു മകൻ ഉണ്ടാകുമെന്നല്ലോ വാഗ്ദത്ത വചനം. അപ്പൊ വാഗ്ദത്ത സന്തതിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്നിട്ട് 2-ാമത്തെ ഇല്ലുസ്ട്രേഷൻ പോൾ പറയുകയാണ്. 10 മുതലുള്ള 13 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കറിയാം. അവിടെ പോൾ പറയുന്ന ഒരു കാര്യം, അവിടെയും ദൈവത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പ് എന്താ? 10-11 വാക്യങ്ങൾ. അത്രയുമല്ല, റബേക്കായും നമ്മുടെ പിതാവായ ഇസഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുൻപേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന്. തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം അതെങ്ങനെയാണ് ഉണ്ടായത്? ശ്രദ്ധിച്ചേ,
തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന്. ഒന്നാമത്തെ കൊട്ടേഷൻ, മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അവനോട് അരുളിച്ചെയ്തു. അത് that quotation is from Genesis 25:23. മൂത്തവൻ ഇളയവനെ സേവിക്കും. 13ാമത്തെ വാക്യം, ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നോക്കുക, ഞാൻ യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു. ഇത് ഈ വാക്ക് എന്ന് പറയുന്നേ, ജേക്കബ് ഐ ലവ്ഡ് ബട്ട് ഈസോ ഐ ഹേറ്റഡ്. as soon as we see this word hate, we always associate that word with sinful hate. അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹെയ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പാപപങ്കിലമാകുന്ന, അത് വളരെ കൊള്ളാത്ത ഒരു കാര്യമാണ് ഹെയ്റ്റ്. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് എന്താ? ഈസോ ഐ ഹേറ്റഡ്. ആൻഡ് വി നോ ദിസ് കൊട്ടേഷൻ ഈസ് ഫ്രം മലാഖായി 1:2. അതാ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ, മലാഖി പ്രവചനം 1:2. അപ്പം അങ്ങനെയെങ്കിൽ അവിടെ 2 നേഷൻസിനെ കുറിച്ച് പറയുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് 2 ജാതികളെക്കുറിച്ചാണ് പറയുന്നത് എന്ന് വേണമെങ്കിൽ. പക്ഷേ ആ ഒരു ആർഗ്യുമെൻ്റ് നിലനിൽക്കുകയല്ല. കാരണം മുകളിൽ പോൾ പറഞ്ഞു വരുന്ന വിഷയം എന്നാണെന്നറിയാമോ? അയ്യോ, എൻ്റെ സ്വജാതിക്കാരെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര വേദനയാണ്. അവരിൽ ഒരാളെങ്കിലും, കുറച്ച് പേരെങ്കിലും രക്ഷിക്കപ്പെടാൻ വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് അകന്ന് ശാപഗ്രസ്തനാകാമായിരുന്നു. പക്ഷേ അത് പറ്റുകയില്ല. അത്രമാത്രം താൻ ആഗ്രഹിക്കുക. ഹി ഈസ് ഡിസയറിങ് ഫോർ ദ സാൽവേഷൻ ഓഫ് ഹിസ് പീപ്പിൾ. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്. ആസ് എ നേഷൻ ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്. വൈ? Did God's word fail? Paul says no. Why? അതിൻ്റെ കാരണം അബ്രഹാമിൻ്റെ ഫിസിക്കൽ ഡിസെൻഡൻസ് ആയെന്നും പറഞ്ഞ് അവൻ അബ്രഹാമിൻ്റെ സന്തതിയല്ല. വാഗ്ദത്തപ്രകാരമുള്ളതാണ് അബ്രഹാമിൻ്റെ സന്തതി. അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ വലിയ വിഷമം തോന്നും, ഇല്ലേ? അതുകൊണ്ടാണ് അടുത്ത ചോദ്യം പോൾ ചോദിക്കുന്നത്, ആകയാൽ നാം എന്ത് പറയണ്ടു? ദൈവത്തിൻ്റെ പക്കൽ അനീതിയുണ്ടോ? പക്ഷെങ്കിൽ അതല്ല ഇവിടുത്തെ വിഷയം. എന്താണെന്നറിയാമോ? ഇവിടുത്തെ വിഷയം എന്നുള്ളത് ദൈവം നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ സോവറിനാണ്. ദൈവം നമ്മെ രക്ഷിക്കുന്നത് നമ്മുടെ ഏതെങ്കിലും ഗുണം കണ്ടിട്ടല്ല. അങ്ങനെ നമ്മളെ രക്ഷിക്കാമെങ്കിൽ, if God truly saves a person, യഥാർത്ഥത്തിൽ ഒരാളെ രക്ഷിച്ചാൽ, ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, if God justifies a person, he will sanctify him. അവനെ വിശുദ്ധീകരിച്ചിരിക്കും. കാരണം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാക്കി തീർക്കുക എന്നുള്ളതാണ് വിശുദ്ധീകരണമെങ്കിൽ, ആ വിശുദ്ധീകരണം സംഭവിക്കാതെ നമുക്ക് നിത്യതയിലോട്ട് പോകാൻ പറ്റുകയില്ല. നിത്യതയിലോട്ട് ചെന്ന് ചേരാൻ പറ്റുകയില്ല. ആ വിശുദ്ധീകരണത്തിൻ്റെ പ്രോസസ്സ്. അപ്പോൾ ഇവിടെ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? സിൻസ് ഗോഡ് ഈസ് സോവറിൻ ഓവർ മൈ സാൽവേഷൻ, ഗോഡ് ഈസ് ഏബിൾ ടു കീപ് മീ ത്രൂ തിക്ക് ആൻഡ് തിൻ. എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളുടെയും നടുവിൽ എന്നെ പ്രിസർവ് ചെയ്യുവാൻ, വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച്
തൻ്റെ മഹിമാ സന്നിധാനത്തിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ദൈവത്തിന് കഴിയും. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ പ്രോമിസസ് അത് മുഴുവനും ഇസ്രയേൽ ഒരു മുഴുവൻ എല്ലാ ജൂവിനെയും കർത്താവ് രക്ഷിക്കുമെന്നും ഒക്കെ പറയുന്ന കാര്യമൊന്നും പുസ്തകത്തിലില്ല. പിന്നെയോ പോൾ അത് വളരെ വ്യക്തമാക്കി. സാക്ഷാൽ യഹൂദൻ ആരാണ്, സാക്ഷാൽ ഇസ്രയേലിനാരാണ്? ഏക രക്ഷാമാർഗം യേശു ക്രിസ്തുവാണ്. അത് യഹൂദനായാലും കൊള്ളാം, ജാതികളായാലും കൊള്ളാം, ആരായാലും കൊള്ളാം. ആ തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവനിർണയത്തിലുള്ള സകല യഹൂദനും രക്ഷപ്പെടും. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം വൃഥാവായി പോയോ? പൗലോസിൻ്റെ ആൻസർ ഇല്ല. കാരണം ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ ഇഷ്ടം പോലെ സകലവും അവൻ നിർണയിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവ ഇഷ്ടം അവിടുന്ന് ചെയ്തിരിക്കും. അങ്ങനെയെങ്കിൽ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കട്ടെ. എനിക്കറിയാം ദിസ് ഈസ് സച്ച് എ ഹെവി സ്റ്റഫ്, ബട്ട് ദിസ് ഈസ് സച്ച് എ ജോയ്ഫുൾ ഡോക്ട്രിൻ. വൈ? അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നൊരു പാട്ടുണ്ടല്ലോ, പാടാൻ എനിക്കറിയത്തില്ലെങ്കിൽ ഞാൻ പറയും കുറഞ്ഞ പക്ഷം. രക്ഷാദാനമോ അതെത്ര മാധുര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം, എന്നെ വീണ്ടതോ അതെത്ര ആശ്ചര്യം. The more we appreciate the privilege, the salvation, the blessing in Christ, നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് പിന്നെ ഇതൊന്നും ഒരു ബേർഡൻ ആകുകയല്ല പ്രിയപ്പെട്ടവരെ. ഞാൻ പലപ്പോഴും why people find it so difficult to read and study and meditate God's word? Why do they find it so difficult to spend time in prayer? Why? എന്തുകൊണ്ടാ? പലപ്പോഴും ദൈവം നമുക്ക് തന്ന ഈ വലിയ പദവി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. എനിക്കറിയാം ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ, ഒത്തിരി ടെൻഷൻസ് ഉണ്ട്. പ്രശ്നങ്ങളില്ല, ടെൻഷൻസ് ഉണ്ട്. അതിൽ എല്ലാം ഒന്നും എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അറിയത്തുമില്ല. പക്ഷേ ഐ അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് and I accept it. Sometimes I accept just the way we sometimes eat broccoli, because we know broccoli is good for our health. It is a good, source of many nutrients, and we eat it because we understand it. But sometimes we don't eat it. കപ്പ ബിരിയാണി കഴിക്കുന്ന പോലെ അത്ര സന്തോഷത്തോടെ കഴിക്കുകയില്ല. മറ്റേതാണ് എന്തോ ചെയ്യും, ഭയങ്കര സന്തോഷത്തോടെ കഴിക്കുക. ഇതിന് അത്ര സന്തോഷം വരികയില്ല. ബട്ട് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാര്യം എന്നാണെന്നറിയാം, വി ഷുഡ് റിജോയ്സ്. ഈ സാൽവേഷൻ്റെ ദൈവം ഞാൻ എന്തുകൊണ്ടാണ് അത് റിജോയ്സ് ചെയ്യുന്നതിന് എൻ്റെ ഒരു കാരണം എന്നാണെന്നറിയോ? എൻ്റെ സാൽവേഷൻ്റെ ഉത്തരവാദിത്വം എന്നിലായിരുന്നെങ്കിൽ ഞാൻ എന്നേ പോയേനെ. It is all because of His grace and mercy and His perseverance with me. His perseverance with me. I'm still, നമ്മൾ വായിക്കുന്ന ആ സങ്കീർത്തനം ഉണ്ടല്ലോ, ആസാഫിൻ്റെ ഒരു സങ്കീർത്തനം. ഐ വണ്ടർ, ഞാൻ ഇപ്പോഴും നിൻ്റെ മുന്നാകെ ഇരിക്കുന്നു. ഞാൻ ഇപ്പോഴും നിൻ്റെ മുന്നിൽ ഇരിക്കുന്നല്ലോ.
ദാറ്റ്സ് വാട്ട് ഹി വണ്ടേഴ്സ്. കർത്താവെ, ഞാൻ ഇപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞത് ദുഷ്ടന്മാരുടെയൊക്കെ സൗഖ്യമൊക്കെ കണ്ടപ്പോൾ എനിക്ക് അഹങ്കാരികളോട് അസൂയ തോന്നി. അത് പറഞ്ഞ് എന്നിട്ട് ഇങ്ങോട്ട് പറഞ്ഞ് വന്നേച്ച് പറയാ, അയ്യോ ഇതൊക്കെ പറയാൻ ഞാനൊരു പൊട്ടനായിപ്പോയല്ലോ, ഞാൻ വെറും പൊട്ടനാ. അല്ലേ? അങ്ങനെ ആ വാക്ക് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ ഒരു പൊട്ടനാ. കാരണം എന്നോട് ദൈവം ചെയ്ത കരുണയെക്കുറിച്ച് ഞാൻ ഓർക്കാതാണല്ലോ ഇതെല്ലാം വിളിച്ചു കൂകിയത്. അല്ലേ? ഏത് സങ്കീർത്തനം? 73 അല്ലേ? Psalm 73. ദൈവം എന്നോട് ചെയ്ത കരുണയെ ഓർക്കാതാണല്ലോ ഞാനിതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നേ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറയുക, ആഹാ, സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഭൂമിയിലും നിന്നെ അല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഇനി അടുത്തത് ആ പ്രോഗ്രഷൻ ഒന്ന് ചിന്തിച്ചേ. അടുത്ത വാക്യം, എന്റെ മാംസവും ഹൃദയവും ക്ഷയിച്ചു. ഇനി അവരുടെ കണ്ണുണ്ട് ഇരുന്നോട്ട് അവരുടെ ദേഹം പുഷ്ടി കൊണ്ട് തടിച്ചുരുണ്ടിരിക്കട്ടെ, എൻ്റെ മാംസവും ഹൃദയവും. ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെ, ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ ഉഷതോറും ദണ്ഡിക്കപ്പെടുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞുകൊണ്ടിരുന്ന ആള് കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കിയപ്പോൾ പറയാം, എൻ്റെ മാംസവും ഹൃദയവും ഒക്കെ ക്ഷയിച്ചു പോകുന്നു. പക്ഷേ ദൈവം എന്നേക്കും എൻ്റെ ഹൃദയത്തിൻ്റെ പാറയും ഓഹരിയുമാകുന്നു. ലുക്ക് അറ്റ് ദാറ്റ്. മാംസവും ഹൃദയവും ക്ഷയിച്ചു പോകുന്നു. ഇനി അടുത്ത വാക്യം, നെക്സ്റ്റ് വേഴ്സ്, ഇതാ നിന്നോട് അകന്നിരിക്കുന്നവർ നശിച്ചു പോകും. നിന്നോടകന്നിരിക്കുന്നവർ നശിച്ചു പോകും. പക്ഷെ നീ എന്ത് ചെയ്തു? എന്നെ നിന്നോട് അടുത്തു വരുമാറാക്കി. നീ എന്നെ അടുത്തു വരുമാറാക്കിയതിനെ ഞാൻ ഓർക്കാതാണ് ഒരു പൊട്ടനെ പോലെ സംസാരിച്ചത് ആദ്യം. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുക, ദൈവമേ, അങ്ങാണെൻ്റെ ഓഹരി, അങ്ങല്ലാതെ എനിക്കാരുള്ളൂ. നിത്യജീവൻ്റെ മൊഴികൾ നിൻ്റെ പക്കലുണ്ട്. നിന്നെ വിട്ടേച്ച് ഞങ്ങൾ എങ്ങോട്ട് പോകും? പ്രിയപ്പെട്ടവരെ, അപ്രീഷിയേറ്റ്, താങ്ക് ഗോഡ് ഫോർ യുവർ സാൽവേഷൻ. ഡോണ്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. അതിനെ വില കുറച്ച് കാണരുത്. അതാ എനിക്കതിൽ നിന്ന് സന്തോഷമുള്ളത്. അവിടെ ഒത്തിരി ടെൻഷൻസൊക്കെ ഉണ്ട്. ഞാൻ ആ ഓരോ വാക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആ വേഴ്സസ് വെച്ച് അതിനുള്ള സമയം എനിക്ക് ലഭിച്ചില്ല. എങ്കിലും നമ്മൾ ഫർദർ അത് ഹോളായിട്ട് പഠിക്കുമ്പോൾ, മുഴുവനായിട്ട് പഠിക്കുമ്പോൾ ചില കാര്യങ്ങളിലൂടെ നമുക്കതിനെക്കുറിച്ച് വ്യക്തമാകും. കർത്താവ് നമ്മെ ഈ വചനത്താൽ സഹായിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സഹോദരന്മാരിലൊരാൾക്ക് ദയവായിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.